ഒരു പാരഡി ഗാനം എഴുതിയ ചെറുപ്പക്കാർക്കെതിരെ, അതിൻ്റെ രചിച്ച ആൾക്കെതിരെ, പാട്ട് കമ്പോസ് ചെയ്ത ആൾക്കെതിരെ, പാടിയ ആൾക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നു. മറുവശത്ത് പാട്ടുപോലെ വർഗീയത പാടിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം ഒരു പാട്ട് പാടുന്നത് പോലെ ആവർത്തിച്ച് വർഗീയത പാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെതിരെ നിങ്ങൾ ഇന്ന് വരെ ഒരു കേസ് എടുത്തിട്ടില്ല. നിങ്ങൾ അയാളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അപ്പം നിങ്ങൾ ആരുടെ കൂടെ എന്നുള്ളതൊക്കെ വ്യക്തമാണ്. നിങ്ങളത് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് പി എ പൗരനെ പോലെ ഒരാളെയൊക്കെ RSSന്റെ ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ ആരാണത് മുഖവിലക്കെടുക്കുക? അപ്പം നിങ്ങളിത് കൃത്യമായി ഈ പറയുന്ന നിങ്ങളുടെ പ്രശ്നം കേരളത്തിന് മുന്നിൽ വളരെ കൃത്യമാണ്. അതിന് കിട്ടിയ റിസൾട്ടാണ് സുഹൃത്തെ ഈ തെരഞ്ഞെടുപ്പ് അടക്കം. ഇനിയും നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല ബാധിക്കുക. ഞാൻ അജിംസ് നിഷാദ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്. കേരളത്തെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അത് കേവലം CPMന്റെ തെരഞ്ഞെടുപ്പ് തിരിച്ചടി മാത്രമല്ലെന്നേ. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രസ്താവനകൾ കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അതിൽ 1000 മടങ്ങാണ് ഇപ്പോൾ CPMൽ നിന്ന് അടിത്തട്ടോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളുടെ വോട്ട് BJPയിലേക്ക് പോകുന്നുണ്ടെന്നേ. പല സ്ഥലത്തും പോകുന്നുണ്ട്, ആലപ്പുഴയിൽ പോകുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കനത്ത പരാജയം. അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ സൂചകങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല. ഇവിടെ പാലക്കാട് ആവർത്തിക്കപ്പെടരുത്. നിങ്ങൾ CPMന്റെ സമ്പൂർണ്ണമായ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകളല്ലാന്ന് ഞങ്ങള്. പക്ഷേ നിങ്ങൾ സമ്പൂർണ്ണമായി തകർന്ന് സംഘപരിവാറിന് വളമാവരുത്. ഹിന്ദുക്കളുടെ ആത്മീയമായ ശൂന്യത ഉണ്ടാക്കുന്ന അരക്ഷിത ബോധത്തിന്റെ ഒരു ബഹിർസ്ഫുരണമായിട്ട് വേണം ഇതിനെ കാണാൻ എന്ന സിദ്ധാന്തം അങ്ങ് എല്ലായ്പ്പോഴും നമ്മളിരിക്കുന്ന ചർച്ചകളിൽ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ വെറുതെ വേറൊരു കാര്യം ചോദിക്കുകയാണ്, വേറൊരു ഡയമെൻഷൻ ചോദിക്കുകയാണ്. ഈ ഇലക്ഷനിൽ നോക്കൂ, ഈ ഇലക്ഷനിൽ ഈ ഹിന്ദുത്വ സംഘ് പരിവാർ പ്രൊപ്പഗൻഡ അങ്ങനെ വിജയിച്ച ഒരു ഇലക്ഷൻ അല്ല കണ്ടത്. ആളുകൾ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയത് UDFനെ ചൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ BJPയെ ചൂസ് ചെയ്തില്ല. ആളുകൾ നോക്കൂ, കാസ എന്ന് പറയുന്ന വർഗീയ സംഘത്തെ തള്ളിക്കളയുന്ന തെരഞ്ഞെടുപ്പാണ് മധ്യ കേരളത്തിലുണ്ടായത്, കോട്ടയത്തൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ആകമാനമുള്ള മനുഷ്യരിലേക്ക് വെറുപ്പിൻ്റെ ഈ സംഗതി അടിച്ചേ കയറിയിരിക്കുന്നു എന്നല്ല അങ്ങനെയാണെങ്കിൽ കാണേണ്ടത്. അപ്പോൾ ഒരു സംഘം ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വളരെ സിസ്റ്റമാറ്റിക്കായി വംശീയ അതിക്രമങ്ങൾക്ക്, വെറുപ്പ് പ്രസരണത്തിന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സംഘടനാ സ്വഭാവമുണ്ട്, അവർക്ക് ആശയപരമായിട്ടുള്ള ഒരു പിൻബലമുണ്ട്. അവരാരാണ് അങ്ങനെയെങ്കിൽ? ശ്രീ രാഹുൽ ഈശ്വർ.